ഹലോ, ഇന്ന് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന അടിപൊളി ഒരു 4 മണി പലഹാരം തയ്യാറാക്കിയാലോ. അത് അവിൽ വെച്ചിട്ടാണ് തയ്യാറാക്കുന്നത്. അതിനായിട്ട് ഇതാ 1 കപ്പ് അവിൽ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ 3/4 കപ്പ് റവയും കൂടെ ചേർത്ത് കൊടുത്ത് അതിലേക്ക് 1 കപ്പ് വെള്ളവും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അടച്ച് വെക്കാം. അങ്ങനെ ഇതാ ഒരു 5 മിനിറ്റ് ഒക്കെ കഴിഞ്ഞ് റവയൊക്കെ നല്ല സെറ്റായി വന്നിട്ടുണ്ട്, കുതിർന്നിട്ട് അവിലൊക്കെ. ഇനി അതിലേക്ക് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ച ഒരു സവോള ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 2 പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി 2 കിഴങ്ങ് ഗ്രേറ്റ് ചെയ്തെടുത്തതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അല്പം മല്ലിയില ചേർത്ത് കൊടുക്കുക. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. അതിലേക്ക് 1/4 ടീസ്പൂൺ ചെറിയ ജീരകവും കൂടെ ചേർത്ത് പൊടികളായിട്ട് 1/4 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും പിന്നെ അല്പം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനി കൈ വെച്ച് നന്നായിട്ട് മാവ് കുഴച്ചെടുക്കുക. അങ്ങനെ ഇതാ മാവ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഈ ഒരു പരുവത്തിലാണ് കിട്ടിയിട്ടുള്ളത്. ഇനി അത് ചെറിയ ചെറിയ ബൗൾസ് ആക്കി എടുക്കുക. ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് ഷേപ്പാക്കി എടുക്കുക. കണ്ടില്ലേ, ഇതുപോലെ ചെയ്തെടുക്കുക ഫുള്ളും. അങ്ങനെ ഇതാ ഫുള്ള് മാവും ഇതുപോലെ റൗണ്ട് ഷേപ്പിൽ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു സ്റ്റീമർ വെച്ച് അതിലേക്ക് തയ്യാറാക്കിയ മാവ് വെച്ച് കൊടുക്കുക. ഒരു 5 മിനിറ്റ് ആവി കയറ്റി വേവിച്ചെടുക്കണേ. അങ്ങനെ ഇത് അടച്ച് വെച്ച് 5 മിനിറ്റ് വേവിക്കാനായിട്ട് വെക്കാം. അങ്ങനെ ഇത് അടിപൊളി ആയിട്ട് വെന്ത് വന്നിട്ടുണ്ട്. കണ്ടില്ലേ, വേണം ഇങ്ങനെ തന്നെ കഴിക്കുക. അല്ലെങ്കിൽ എണ്ണ ചേർത്ത് ഇതുപോലെ കടുക് അല്പം ഒരു പാനിലേക്ക് എണ്ണ ഒഴിച്ച് കടുക് പൊട്ടി വരുന്ന സമയത്ത് അതിലേക്ക് അല്പം വറ്റൽമുളക് ക്രഷ് ചെയ്തതും പിന്നെ കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി അതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മാവ് ചേർത്ത് കൊടുക്കുക. ഇത് നന്നായിട്ട് ഇളക്കിയെടുക്കുക. അങ്ങനെ ഇതാ പലഹാരം റെഡി ആയിട്ടുണ്ട്. ഹെൽത്തിയും ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി റവയും അവിലും വെച്ചിട്ടുള്ള അടിപൊളി ഐറ്റമാണ്. കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. കുട്ടികൾക്ക് ഇത് സ്കൂളിലൊക്കെ കൊടുത്തു വിടാനൊക്കെ നല്ലതാണ് സ്നാക്കായിട്ട്. അപ്പോൾ മോർണിംഗിലും ഈവനിങ്ങിലൊക്കെ കഴിക്കാൻ അടിപൊളി ഐറ്റമാണ്. മുതിർന്നവർക്കും കുട്ടികൾക്കും ഒരുപോലെ ഇഷ്ടപ്പെടും. അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഇഷ്ടമാവുകയാണെങ്കിൽ എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്.